മുഗൾ ഭരണം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അവര് ആരെയും പിടിച്ച് മതത്തിൽ ചേർത്തിട്ടില്ല. അത് ചിന്തിക്കണം. അങ്ങനെ മതത്തിൽ ചേർക്കാനാണെങ്കിൽ 100-600 വർഷം ഇവിടെ ഭരിച്ചവരാണ്. ഇത് നമ്മുടെ ഇന്ത്യയുടെ ഭൂരിഭാഗം ഭാഗങ്ങളും ഭരിച്ചിരുന്നാണ് മുഗൾ ഭരണത്തിലുണ്ടായിരുന്നത്. അവര് ആരെയും പിടിച്ച് മതത്തിൽ ചേർത്തിട്ടില്ല അന്ന്. അങ്ങനെ ചേർത്തിരുന്നെങ്കിൽ ഈ ജനസംഖ്യ ഇത്ര ഉള്ളായിരുന്നു. ഇവിടെ ന്യൂനപക്ഷം ആവത്തില്ലായിരുന്നല്ലോ മുസ്ലിങ്ങൾ. അതൊന്ന് ചിന്തിക്കണം. അപ്പോൾ അവരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അവരൊന്നും അവർ മാത്രമല്ല, അവരിവിടുന്ന് ഒന്നും കൊണ്ടുപോയിട്ടില്ല. അവരിവിടുന്നൊന്നും കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ടില്ല. ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് സഹായം ചെയ്തു കൊടുത്ത ആളുകളാണ് ഇപ്പോൾ രാഷ്ട്രസ്നേഹികളായിട്ട് മാറിപ്പോകുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ചരിത്രമാണ്. അതായിക്കോട്ടെ, എങ്ങനെയും ആയിക്കോട്ടെ. അത് ശ്രീ രാമേന്ദ്ര ഗുഹയുടെയൊക്കെ പുസ്തകങ്ങൾ ബിഫോർ ഗാന്ധി, ആഫ്റ്റർ ഗാന്ധി, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതാണ് എന്തൊക്കെയാണെന്ന്. അതുകൊണ്ട് ഞാനത് വിവാദം ഉണ്ടാകുന്നതായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇനി ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങ് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അത് ഇപ്പോൾ ഉള്ള പോലെ തുടരാനാണെങ്കിൽ ഇനി ഏക സിവിൽ കോഡ് എന്ന് പറയുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉള്ള പോലെ അങ്ങ് തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏക സിവിൽ കോഡിൻ്റെ ഒന്നും കാര്യമില്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഏത് സമൂഹത്തിൽ നിന്ന് റിമൂവ് ചെയ്യണം. അത് വേണം. അതിനു വേണ്ടിയുള്ള എന്ത് നടപടികളോ എടുക്കട്ടെ, കേട്ടോ. അതിനല്ലാതെ വേറെ ഒരു വിധത്തിൽ ഈ ആളുകളെ പ്രകോപിപ്പിക്കാനും അവരുടെ മതത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കൈയിടാനും ഒന്നും പോകരുത്. പിന്നെ ഈ മതം എന്നൊക്കെ പറയുന്നത് ഒരു വേ ഓഫ് ലൈഫ് എന്നുള്ള രീതിയിൽ, അതല്ലാതെ ഒരു ജീവിത രീതി എന്നുള്ളതല്ലാതെ അതിന് വേറെ പ്രസക്തിയൊന്നുമില്ല. അത് ഹിന്ദുയിസം ആയാലും അത് ഇസ്ലാമിസം ആയാലും അതേപോലെ ക്രിസ്ത്യാനിറ്റി ആയാലും എല്ലാത്തിനും അതിനുള്ളതെന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. ഒരു ജീവിത രീതിയാണ്, ഒരു സംസ്കാരമാണ് ഒരു വിഭാഗത്തിൻ്റെ എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഇതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷെ മതം രാഷ്ട്രീയത്തിലേക്ക് കാണുമ്പോഴാണ് പ്രശ്നം വരുന്നത്. രാഷ്ട്രീയവും മതവും ഇടകലരുമ്പോൾ മതത്തിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടും, രാഷ്ട്രീയത്തിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടും. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഗ്യാൻവാബിയിൽ ഇത് സംഭവിക്കാൻ പോകുന്നത് ഇത് വളരെ വലിയൊരു പ്രശ്നം ഉണ്ടാകാനുള്ളതാണ്. ബാബറി മസ്ജിദ് തീർന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒന്ന് കിൻഡിൽ ചെയ്ത് കത്തിച്ച് നിർത്തണം. ആ കത്തിച്ച് നിർത്തുന്നതിൻ്റെ ഭാഗമാണിത്.